ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചലച്ചിത്രമാണ് കറുപ്പ്. ഇപ്പോൾ നല്ലൊരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സൂര്യയ്ക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു ചിത്രം കൂടിയാണ് കറുപ്പ്. സായ അഭ്യങ്കറാണ് മ്യൂസിക് നൽകിയിരുന്നത്. അതിൽ അത് തലോർ എന്നൊരു സോങ്, അതിൽ ആ സോങ് സിനിമയിൽ കേൾക്കുമ്പോൾ അതിൻ്റെ ലിറിക്സ് ഒക്കെ വേറെ എവിടെയാണ് പോകുന്നത്. അതായത് ഇതിങ്ങനെ തന്നെയാണോ ലിറിക്സ് ടൈറ്റിൽ എന്ന് വരെ തോന്നിപ്പോവും. ആ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം വാ. ആൻഡ് ഇതിൽ സായ അഭ്യങ്കറിന്റെ മ്യൂസിക് വഹിച്ച പങ്ക് അന്യായമായിരുന്നു. RJ ബാലാജി, ഇന്ദ്രൻസിന്റെയും ഈ പുള്ളിക്കാരുടെയും പേരെനിക്ക് വിട്ടുപോയി. രണ്ടുപേരുടെ പെർഫോമൻസ്, ഈ ഷർട്ടിട്ട് വരുന്ന ആ ഒരാളുടെയും പെർഫോമൻസ്, ഷൺമുഖം, എല്ലാവരുടെയും. വേറെ ആ ഒരു സിറ്റുവേഷനിൽ വളരെ ആപ്റ്റായ ഒരു സോങ്ങാണ്. RJ ബാലാജി ഇതിൽ കിടില വില്ലൻസ് ആയിരുന്നു. സത്യം പറയാമെങ്കിൽ ഈ പടത്തിൽ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു കുറച്ച് സീൻസുകളെ പെട്ടെന്ന് കാണിക്കാൻ പറ്റിയ ഒരു പാട്ട് തന്നെയായിരുന്നു. ഈ ഒരു പാട്ടിൽ ഇതെല്ലാം അവിടെ എന്ത് നടക്കുന്നു, അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്ന എല്ലാം RJ ബാലാജി ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ RJ ബാലാജിയും ഈ ജഡ്ജിയായ നട്ടിയുടെ എല്ലാവരുടെയും ആ ഒരു നടരാജകുമാരൻ എങ്ങനെയാണ് പേര്, എനിക്ക് വിട്ടുപോയി. നട്ടി എന്നാണ് എല്ലാവരും എന്തോ വിളിക്കുന്നതെന്നാണ് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളി ജഡ്ജായിട്ടൊക്കെ ഒരു രണ്ടു കോമഡി സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പടം ഒരുപാട് എൻഗേജിങ് ആയിട്ടൊന്നുമല്ല, പക്ഷെ സൂര്യക്ക് ഇത്രയും നാൾ ഇറങ്ങിയൊരു നല്ലൊരു പടം സൂര്യക്ക് കാണാൻ പറ്റി, സൂര്യക്ക് ഒരു തിരിച്ചു വരാൻ പറ്റിയ പടം, ഒരു കംബാക്കിനും പറ്റിയ ഒരു പടമായിട്ടാണ് കറുപ്പ് എനിക്ക് തോന്നിയത്. ഇത് മൊത്തം ഇടിഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലാവരും ബിരിയാണി കഴിക്കാനാണ് ഇവിടെ പറഞ്ഞത്. ബിരിയാണി കഴിക്കും, പൈസ കൊടുക്കും, പോകുന്നത്. എല്ലാവരും പറ്റിച്ച്, എല്ലാം ഗൂഗിൾ പേ, എല്ലാം പൈസ. അതൊരു ലോയർ ഇതാണ്. അവിടെ മെജോറിറ്റി ഇവരെ പറ്റിക്കണം ജോലി. നാളെ ചെയ്യാം. അത് തല്ല ഈ ബോസ് തിയേറ്ററിൽ ഇത് സൂപ്പർ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോകുമ്പോൾ നല്ല സൗണ്ട് ഉള്ള കേൾക്കുമ്പോൾ முக்கியமான பாயிண்ட்ஸ் பேஜ் நம்பர் 5ல இருக்கு மை லார்ட். Interesting point. ഈ ഓരോ പേജിൽ ഇവരുടെ കൈക്കൂലി ലഞ്ചം വച്ചിരിക്കുന്നതാണ്. അതുവഴി ഇവരുടെ കേസിനുള്ള എല്ലാവരെയും രക്ഷിക്കും. RJ ബാലാജി ഒരു ക്രിമിനൽ വക്കീലാണ്. ഇതില് ഇവിടെ ഈ നായികയ്ക്ക് ഒരു വൈയായിക ഉണ്ട്. അപ്പോൾ നായിക മരിക്കും ഒരു സിനിമയിൽ. നിങ്ങൾ തന്നെ അത് കണ്ടു കാണും, കണ്ടവർക്കൊക്കെ മനസ്സിലാവും.
ആൻഡ് ഈ സിനിമയിൽ ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇന്ദ്രൻസ് ഏട്ടന്റെ പെർഫോമൻസ് പീക്കായിരുന്നു. എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന സീൻസൊക്കെ ആ സൂര്യ നിൽക്കുമ്പോൾ തന്നെ സൂര്യ നിർത്തി ഇന്ദ്രൻ സാർ ആ ഒരു സീൻ എലവേറ്റ് അല്ലെങ്കിൽ ആ സീൻ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ആൻഡ് തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ എല്ലാവരും ഇന്ദ്രൻസിന്റെ ഫാനാണ്. ഓ സാർ എന്നാ സാർ പண்றீங்க, എന്ന പടം എന്നതാ പண்றீங்க, എന്ന മാതിരി ആക്ടിങ് അപ്പടിയെല്ലാം അവിടെ ഒരുപാട് സംസാരമായിട്ടുണ്ട്. ഒരു സിറ്റുവേഷന് പറ്റിയ ഒരു പാട്ടാണ്, ഒരു നോർമൽ പാട്ട്. അത് തന്നെ എന്നുള്ളതാണ് പാട്ടിന്റെ പേര്. പക്ഷെ 10 തല കേൾക്കും. 10 തല 10 തല കണ്ട 10 തല. ഇതാണ് സീൻ. എല്ലാവരുടെ നന്മ കാണിച്ചിട്ട് കാര്യമില്ല, എന്നെ ആരും നോക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ അതിന് മറ്റുള്ളവർക്ക് നോക്കണമെന്നാണ്. പക്ഷെ ടു ബി ഓണസ്റ്റ് പാട്ട് കൊള്ളാം. പക്ഷെ ട്രെയിലറിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടുപോലത്തെ ഒരു ഇമ്പാക്റ്റ് ഈ പാട്ട് ഇപ്പൊ കണ്ടപ്പോ കേട്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഓണസ്റ്റ് ആയിട്ടില്ല. പക്ഷെ പാട്ട് നല്ലൊരു പാട്ടാണ്. ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പാട്ടാണ്. സിറ്റുവേഷനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് കഴിയുമ്പോൾ അവർക്ക് ഇവർ നമ്മളെ പറ്റിക്കുകയാണ്, മുന്നേ മനസ്സിലാവും. എന്നിരുന്നാലും ഇവർ പറ്റിക്കുകയാണ്, ഇവർ നമ്മളെ വീണ്ടും രക്ഷിക്കുകയൊന്നുമില്ല, ഇവരുടെ ബിരിയാണിക്കും ഇവരുടെ ചായ കുടിക്കും കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ടോക്കൺ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. പക്ഷേ ഈ പാട്ട് തിയേറ്ററിൽ കണ്ട അതേ ഒരു ഗൂസ് ബംസ് അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ട ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയെന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതൊരു ആസ് യൂഷ്വൽ നോർമൽ സോങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ സോങ് നല്ലതാണ്. കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സായ ബീങ്കറിൽ നിന്നൊരു ഇതുപോലത്തെ ഒരു നല്ല സോങ് ഒക്കെ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് പറയാമല്ലോ ഒരു കിടില ഒരു സോങ് ആണ്. നന്നായിട്ട് ഞാൻ അത് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഈ പടം ഒരു സൂര്യയ്ക്ക് ഒരു തിരിച്ചുവരവ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഒരുപാട് നാൾക്ക് ശേഷം സൂര്യയിൽ ഞാൻ കണ്ട ഒരു നല്ലൊരു പടം. ഇതിൽ പല ആൾക്കാരും പല നെഗറ്റീവ്സും പറയുന്നുണ്ട്, പലരും പോസിറ്റീവ് പറയുന്നുണ്ട്, പലരും മിക്സ്ഡ് റിവ്യൂസ് പറയുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് കുഴപ്പമില്ലാത്ത രീതിക്കായിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് നാൾക്ക് ശേഷം സൂര്യയുടെ ഒരു പെർഫോമൻസ് വരുന്ന ഒരു പടം, അല്ലെങ്കിൽ സൂര്യ ഒരു എനർജറ്റിക് ആയിട്ട് ആ ഒരു ഡാൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഫൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ആവട്ടെ, എല്ലാം ഒന്ന് നന്നായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു പടമാണ്. ബാക്കിയെല്ലാം കണക്ക് തന്നെയായിരുന്നു. ആൻഡ് ഇതിൽ തന്നെ ആർ ജെ ബാലാജി പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കറുപ്പസ്വാമി ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നത്. അത് അവിടെ 100% വർക്കൗട്ടും ആയിട്ടുണ്ട്. സോ അത് തന്നെ ഒരു സോങ് 10 തല ഈ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുണ്ട് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. അപ്പോൾ ബൈ ബൈ ഗൈസ്.